ഹലോ, അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ എക്സാമിന് പോയായിരുന്നു കേട്ടോ. സുമിക്ക് വേറെ കോളേജ്, എനിക്ക് വേറെ കോളേജിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി. പഠിക്കാമെന്ന് കരുതി ബുക്ക് എടുത്തപ്പോഴാണ് നല്ല ചൂട്. പിന്നെ ഇരുന്നതും കൊണ്ട് വീശാൻ തുടങ്ങി. അപ്പോഴേക്കും ചേച്ചിമാർ നോട്ടീസ് ബോർഡിൽ രജിസ്റ്റർ നമ്പർ ഒട്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നോക്കി നേരെ ക്ലാസ്സിലോട്ട് പോയി. എക്സാം എഴുതാനുള്ള തിടുക്കത്തിൽ വേഗം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് നായ്ക്കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു. അതിനെയും വീഡിയോ എടുത്തു. പിന്നെ എക്സാം എഴുതാൻ വന്നിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. സമയം 3:30. പിന്നെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ താഴേക്ക് വന്നു. ഇന്ന് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും അവർ. അങ്ങനെ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾ മിസ്സിംഗ് ആണ്. കാര്യമില്ല, ഞങ്ങൾ നെക്സ്റ്റ് മീറ്റപ്പിൽ സെറ്റാക്കാം. ഞാനും സുമിയും ഗ്രീഷ്മയും ഷെയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇവർ 5 പേരും ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷവർമ ഓർഡർ ചെയ്തിട്ട് നന്നായിരുന്നു തോന്നി. കാരണം ഇവരുടെ എല്ലാവരുടെയും ഇനി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലാഭം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിത് ഷവർമയൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ നേരം അവിടെ സമയം വെറുതെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടക്കുമ്പോൾ ഇനിയിപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബസ് കയറി. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ സുമിയോടും ഗ്രീഷ്മയോടും ബായ് പറഞ്ഞതിന് ശേഷം ഞാനും വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.